ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന സ്വാശ്രയ കോളേജുകളിൽ നിയമനം ഹിന്ദുക്കൾക്ക് മാത്രമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് നിയമം നിഷ്കർഷിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കി. നിയമം ചോദ്യം ചെയ്ത ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, സുപ്രധാന വിധിയാണ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ. ഹിന്ദു വിഭാഗത്തിന് മാത്രം നൽകണമെന്ന് വളരെ കൃത്യമായി മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ നിയമന രീതി ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയായ നിരീക്ഷണം സമാനമായ ഒരു കോളേജിൽ ഇത്തരത്തിലൊരു നീക്കമുണ്ടായത് ഇത്തരത്തിലൊരു നിയമന നടപടിയിൽ നിയമന വിജ്ഞാപനത്തിൽ ഇത്തരം വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചതിനെതിരെയായിരുന്നു കോടതിയിൽ ഹർജിയുമായി ഹർജിക്കാരൻ എത്തിയത്. ഈ ഹർജിയിൽ വളരെ കൃത്യമായ നിലപാട്, അതായത് ഹിന്ദു ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ടിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ആ സ്വാശ്രയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും ഈ ചാരിറ്റബിൾ ഫണ്ടിൽ നിന്നുള്ള പണം കൊണ്ടാണ്, ആ തുക കൊണ്ടാണ്. അത് ഹിന്ദു വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വ്യവസ്ഥ ചെയ്ത നിയമത്തിന്റെ പരിധിയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ നിയമനം നടത്തേണ്ടത് ഹിന്ദുക്കൾക്ക് മാത്രമാണെന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഗ്രാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹിന്ദു ചാരിറ്റബിൾ ആൻഡ് എൻഡോവ്മെന്റ് ഫണ്ടിൽ നിന്നും ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന കോളേജുകൾക്ക് മാത്രമാണ് ഈ നിയമം ബാധകമാവുക എന്നും ഹൈക്കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.